ഹലോ ഓൾ, പോട്ടി ട്രെയിനിങ് സീരീസാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ്റെ പോട്ടി ട്രെയിനിങ് ജേണിയും അതോടൊപ്പം തന്നെ ഞാൻ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ അവനിൽ കണ്ടെത്തിയ ക്യൂസുമാണ് തൊട്ട് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവൻ്റെ ഇൻട്രസ്റ്റ് ഇതിൽ പിടിച്ചു നിർത്താനായിട്ട് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്നും ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അത് പതിയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ രാത്രി ഡയപ്പറിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഡയപ്പർ മാറിയിട്ട് ആദ്യത്തെ കാര്യം ഡയപ്പർ മാറി പോട്ടിയിൽ തന്നെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, യൂറിൻ്റെ ടൈം എനിക്ക് ഏകദേശം മനസ്സിലായപ്പോൾ തന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഇടവിട്ടിട്ട് ഞങ്ങൾ പോട്ടിയിൽ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിക്കണോ എന്ന് ചോദിച്ച് മൂത്രം ഒഴിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റൂൾ പാസ് ചെയ്യുന്നതാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് യൂഷ്വലി അവൻ സ്റ്റൂൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ മുഖത്തൊരു ചെറിയ മാറ്റമൊക്കെ വരുമ്പോഴേ ഞങ്ങൾ പോട്ടി എടുത്ത് വെച്ചിട്ട് അവനെ ഇരുത്തി പിന്നെ പോയോ എന്നുള്ള രീതിയിൽ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതൊരു റുട്ടീൻ സെറ്റ് പോലെ ആയി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ പോട്ടി എന്ന് പറഞ്ഞു തുടങ്ങി. ഇന്നും ഇന്നലെ ആയിട്ട് ഞങ്ങൾ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ മൂത്രം എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയത് മൂത്രം അവന് പാസ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടി അവന് വേണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തേത് പ്രേസ് ചെയ്യുക. അതായത് കുഞ്ഞുങ്ങൾ ഇതിൽ പോയി തുടങ്ങിയാൽ പോട്ടിയിൽ അവർ പോകുന്നുണ്ട്, അവർ ഓരോ വട്ടവും പോകുമ്പോഴും ഓക്കെ പിന്നെ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അതായത് ആദ്യമൊക്കെ പൊന്നു വലിയ കാര്യമോ ഇതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ കാണിച്ച് നമ്മളോട് കാണിക്കും, കണ്ടോ ഞാനത് ചെയ്തു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പോട്ടിയിൽ സ്റ്റൂൾ പാസ് ചെയ്താൽ അതേപോലെ തന്നെ അവന് ഭയങ്കര ആകാംക്ഷയായിട്ട് അവൻ ചെയ്യുന്നത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പണിഷ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, അവർ പതുക്കെ പഠിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇതൊരു ട്രെയിനിങ് പ്രോസസ്സാണ്, നമുക്കും ക്ഷമയുടെ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 ദിവസം കണ്ടിന്യൂസ്ലി പോട്ടിയിലാണ് എല്ലാം സാധിച്ചത്. പക്ഷേ അടുത്ത ദിവസം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള 2-3 ദിവസത്തേക്ക് അവർ പോട്ടിയെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല. ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. അവരുടെ കോൺസെൻട്രേഷൻ വളരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും ഓരോ ദിവസവും അവർ ഓരോ പുതിയ ഇമാജിനേഷൻസും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്നും അവരുടെ തലയിൽ കയറണം എന്നില്ല. അപ്പോൾ അത് നമുക്ക് കുറച്ച് ടയർസമാണ് പ്രോസസ്സ്. കുഞ്ഞ് റെഡി ആയതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇതിലുള്ള എനിക്കൊരു പറയാനുള്ള കാര്യം. ബിക്കോസ് അങ്ങനെയാകുമ്പോൾ അവരിത് ഇംബൈബ് ചെയ്തോളും. നാലാമത്തേതായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസ് ധരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മളൊരു വൺസ് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴാണ് പോട്ടി യൂസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ എപ്പോഴാണ് യൂറിൻ പോകാണ്ട് വരാമെന്ന് അറിയാത്ത പക്ഷം നമ്മൾ ഈ ജംപ് സ്യൂട്ട്സ് പോലത്തെ ഡ്രസ്സോ അല്ലെങ്കിൽ ഊരാൻ പാടുള്ള ഹുക്കുള്ള ടൈപ്പ് ഡ്രസ്സസോ ഒക്കെ ഇട്ട് കൊടുക്കാതിരിക്കുക. വീട്ടിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഷോർട്സ് ആണെങ്കിൽ ഇലാസ്റ്റിക് ഷോർട്സ് ഒക്കെ ആണെങ്കിൽ അത് ഊരിയിട്ട് നമുക്ക് ഇരുത്താൻ എളുപ്പമായിരിക്കും. അല്ലാതെ ബട്ടൺസും അല്ലെങ്കിൽ ഹുക്കും സിബൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരി പെട്ടെന്ന് കുഞ്ഞിനെ ഇരുത്താൻ പാടായിരിക്കും. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് മോനെ ഒന്ന് ഞാനിത് ഊരിക്കോട്ടെ എന്ന് പറയാൻ അവർക്കത് കൺട്രോൾ ചെയ്യാനുള്ളത്, അതായത് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ളതോ സ്റ്റൂൾ പാസ് ചെയ്യാനുള്ളതോ അർജ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഏജ് ആയിട്ടുണ്ടാവില്ല ഇവർ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. പിന്നെ അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ്, നമ്മുടെ ക്ഷമ. ആക്ച്വലി നമ്മുടെ ക്ഷമ ഏറ്റവും കൂടുതൽ വേണ്ട പരിപാടിയാണ് ഈ പോട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. നമ്മളെ പേരൻസ് എന്നുള്ള നമ്മൾ ചിലപ്പോൾ മറ്റു കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള സെയിം സമപ്രായക്കാരുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യും. അയ്യോ അവരുടെ കുഞ്ഞായി, എൻ്റെ കുഞ്ഞ് മാത്രം പോട്ടി ട്രെയിനിങ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റ്ലെസ് ആവും. നമ്മൾ മേ ബി പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കും കുഞ്ഞിൽ. അപ്പോൾ അത് പിന്നെ ഒരു ട്രോമയായിട്ട് അവർക്ക് വരും. ഇത് പതുക്കെ വരുള്ളൂ. ചില കുഞ്ഞുങ്ങൾ പലരും പല സമയത്തായിരിക്കും ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടാവുക. ഓരോ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ രീതിയിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കാനും കുറച്ച് സമയം എടുക്കും. ഞാൻ ഏകദേശം ഒരു 2-3 മാസം എടുത്തു. പക്ഷേ റുട്ടീനാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്താൽ എന്തായാലും ഒരു സക്സസ് ഉറപ്പാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് റുട്ടീൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ബിക്കോസ് ഞാൻ ഇടയ്ക്ക് ഒരു 2-3 മാസത്തിൽ പനി വന്ന സമയത്ത് ഒഴിച്ചാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ രാവിലെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്ക് സ്റ്റൂൾ എപ്പോഴാണ് പാസ് ചെയ്യേണ്ടത് അപ്പോഴൊക്കെ പോട്ടിയിലേക്ക് അവനെ എത്തിക്കാനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അത് അവൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ടാണ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മാസം എടുത്തു. അത്രയും നാൾ ഇനിയുള്ള സമയം ഞാൻ ഈ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ ഇത്രയും കാര്യങ്ങളിലും റുട്ടീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറ്റൻഷനും അവരെ പ്രൈസ് ചെയ്യുക എന്നുള്ളതുമാണ്. നാളെ എന്താണ് ചെയ്തുകൂടാത്തത് എന്നുള്ള വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ നാളെ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.